കൊച്ചി നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്നു. ആലുവയിൽ 523 കോടി രൂപ ചിലവിൽ പുതിയ ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി കോർപ്പറേഷന് മാത്രം പ്രതിദിനം 12 കോടി ലിറ്റർ വെള്ളം അധികമായി ലഭിക്കും. കൊച്ചി നഗരമേഖല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആലുവയിലെ പുതിയ ജലശുദ്ധീകരണ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി. 523 കോടി രൂപ ചെലവിൽ പ്രതിദിനം 19 കോടി ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റ് ആലുവയിൽ നിർമ്മിക്കാനാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊച്ചി കോർപ്പറേഷന്റെയും സമീപ പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ശുദ്ധജല പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. ഏഷ്യൻ വികസന ബാങ്ക് സഹായത്തോടെ കൊച്ചിയിൽ നടപ്പാക്കുന്ന കേരള അർബൻ വാട്ടർ സർവീസ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റിൽ ജലശുദ്ധീകരണ പ്ലാന്റും ഉൾപ്പെടുത്താൻ സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. മൊത്തം തുക അധികരിക്കാത്ത തരത്തിൽ പ്രത്യേക ഭരണാനുമതി ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണത്തിനായി ലഭ്യമാക്കണമെന്ന നിബന്ധനയോടെയാണ് സർക്കാർ ഇപ്പോൾ ഭരണാനുമതി നൽകിയത്. പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം 5 വർഷത്തെ പരിപാലനം, അറ്റകുറ്റപ്പണി എന്നിവയുൾപ്പെടെയാണ് 523 കോടി രൂപ പദ്ധതിക്കായി നീക്കിവെക്കുന്നത്. ആലുവയിൽ നിലവിലുള്ള ജലശുദ്ധീകരണ പ്ലാന്റിന് സമീപം ലഭ്യമായ 3.88 ഏക്കർ സ്ഥലത്താണ് പുതിയ പ്ലാന്റ് നിർമ്മിക്കുക. 15 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് അനുമതിക്കായി ജല അതോറിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. 2050 ആകുമ്പോഴേക്കും വിശാല കൊച്ചി നഗരമേഖലയിൽ പ്രതിദിനം 60 കോടി ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് പുതിയ പ്ലാന്റ് കൊച്ചി കോർപ്പറേഷന് പുറമെ ആലുവ, ഏലൂർ, തൃക്കാക്കര, കളമശ്ശേരി, മരട് നഗരസഭകൾക്കും കീഴ്മാട്, എടത്തല, ചൂർണിക്കര, ഞാറയ്ക്കൽ, എളങ്കുന്നപ്പുഴ, മുളവുകാട്, നായരമ്പലം, വരാപ്പുഴ, ചേരാനല്ലൂർ, കുമ്പളം, ചെല്ലാനം, കുമ്പളങ്ങി, കടമുക്കുടി പഞ്ചായത്തുകൾക്കും പദ്ധതി നടപ്പാക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. ടി.ജെ. വിനോദ് എം.എൽ.എയും നിയമസഭയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. പദ്ധതി പൂർത്തിയായാൽ കൊച്ചി കോർപ്പറേഷന് പ്രതിദിനം 12 കോടി ലിറ്റർ വെള്ളം അധികമായി ലഭിക്കും. പേരണ്ടൂർ കനാലിലൂടെ 900 mm പൈപ്പ് സ്ഥാപിച്ച് വടുതല പമ്പ് ഹൌസിലേക്കും കായലിലൂടെ 800 mm പൈപ്പ് സ്ഥാപിച്ച് പുതുവൈപ്പിലേക്കും കൂടുതൽ വെള്ളമെത്തിക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുന്നു. നിലവിൽ ആലുവയിലെ പ്ലാന്റിൽ നിന്ന് 12.15 കോടി ലിറ്റർ വെള്ളവും മരടിലെ പ്ലാന്റിൽ നിന്ന് 5.35 കോടി ലിറ്റർ വെള്ളവും ഉൾപ്പെടെ 175 കോടി ലിറ്റർ വെള്ളമാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഇതൊരു ടെക് യൂണിവേഴ്സ് ആണ്. കണ്ടറിയാനല്ല, അനുഭവിച്ചറിയാൻ ഒരു എക്സ്പീരിയൻസ് ഡെസ്റ്റിനേഷൻ. ഗ്രാൻഡ് ഇനോഗ്രേഷൻ ജൂലൈ 11-ന് ഞങ്ങളുണ്ടാവും. My G Future Epic Store now at Marine Drive.